നമ്മുടെ പ്രാർത്ഥന എന്ന താക്കോൽ, നമ്മുടെ ദൈവവചനം എന്ന ആയുധം, നമ്മുടെ കൃപാവരങ്ങൾ എന്നുള്ള അധികാരം ഈ നാളുകളിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യെശയ്യാ പ്രവാചകനിലൂടെ യെരൂശലേമിനെ കുറിച്ച് ദൈവം അരുളി ചെയ്ത പ്രവചന ശബ്ദങ്ങളുടെ പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഇതിനെ മിനിയേച്ചർ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ ഉള്ളതുപോലെ 66 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമായതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ ഒരു ചെറിയ വേദപുസ്തകം എന്നറിയപ്പെടുന്നത്. ധാരാളം പ്രവചന ശബ്ദങ്ങളുള്ള ഈ പ്രവചന പുസ്തകം ഒരു ആത്മീകന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിനും വിടുതലിനും ഒക്കെ കാരണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 22-ാം അധ്യായം, അതിന്റെ പ്രാരംഭവാക്യം നാം വായിക്കുന്നത് പോലെ തന്നെ ഒരു ദർശന താഴ്വരയെ കുറിച്ചുള്ള പ്രവചനമാണ്. ദർശന താഴ്വര എന്ന് നാം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യെരൂശലേമിൽ തന്നെ ദൈവവും ജനങ്ങളും കൂടി വരുന്ന ആ ഒരു ഇടത്തെയാണ്, ആ ഒരു സ്ഥാനത്തെയാണ് ദർശന താഴ്വര എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു സ്ഥാനത്തെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകനിലൂടെ യഹോവ അരുളി ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന പ്രവചന ശബ്ദങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ 22-ാം അധ്യായം നാം വായിച്ചു വരുമ്പോൾ അതിന്റെ 15-ാമത്തെ വചനം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹിൽക്കിയാവിന്റെ മകനായ എലിയാക്കിമിനെ കുറിച്ചാണ്. എലിയാക്കിമിനോടുള്ള ദൈവിക അരുളപ്പാടുകളാണ് 15-ാം വചനം മുതലുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എലിയാക്കിം ഒരു രാജധാനി വിചാരകനായിരുന്നു. ആ സമയത്ത് ഭണ്ഡാര വിചാരകനും രാജധാനി അധിപതിയുമായിരുന്ന ഷെബ്നയെ തന്റെ സ്ഥാനത്ത് നിന്ന്, തന്റെ ഉദ്യോഗത്തിൽ നിന്ന് മാറ്റി ആ സ്ഥാനത്തേക്ക് ഹിൽക്കിയാവിന്റെ മകനായ എലിയാക്കിമിനെ കൊണ്ടുവരുമെന്ന് ദൈവം യെശയ്യാവിലൂടെ പ്രവചനം അറിയിക്കുകയാണ്. നോക്കിയിട്ട് പ്രിയപ്പെട്ടവരെ, എലിയാക്കിമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ എന്നാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ എപ്രകാരമാണ് ദൈവം മാനിക്കുന്നത് എന്നുള്ള ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ചില കാര്യങ്ങളിൽ അവിശ്വസ്തത കാണിച്ചതുകൊണ്ടാകാം ഷെബ്നയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ അവിടെ നിയമിക്കുന്നത്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനെന്ന് വിളിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ള എലിയാക്കിമിനെ ആ സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരികയാണ്. എലിയാക്കിമിനെ കുറിച്ച് ഒരു വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദാവീദ് ഗോത്രത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ അത് ആരും തുറക്കുകയുമില്ല. ഒരു ദൈവിക പൈതലിനെ സംബന്ധിച്ച് ദൈവം നൽകുന്ന അധികാരത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വേലയിൽ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം നാം വേണ്ടും വിധം മനസ്സിലാക്കാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ടും വിധം നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്നാൽ ഒരു ദൈവ പൈതലിന് ദൈവം കൈമാറിയിരിക്കുന്ന അധികാരം എത്ര വലുതാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഭാഗം അവിടെ എഴുതിയിരിക്കുന്നത്. നാം ഒരു പ്രതിസന്ധി കണ്ട് ഈ നാളിൽ നാം തളർന്നു പോകരുത്. കാരണം അധികാരം നമ്മുടെ പക്കലാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന എന്ന താക്കോൽ, നമ്മുടെ ദൈവവചനം എന്ന ആയുധം, നമ്മുടെ കൃപാവരങ്ങൾ എന്നുള്ള അധികാരം ഈ നാളുകളിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് അല്ലെങ്കിൽ അധികാരം ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പ്രതികൂലം വരില്ല എന്നല്ല, അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരില്ല എന്നല്ല. ഈ പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ഒക്കെയും വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഒരു അധികാരത്തെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ ഒരു അധികാരത്തെ നാം ഈ നാളുകളിൽ തിരിച്ചറിയുകയാണെങ്കിൽ എന്ത് പ്രതികൂലങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ നടുവിൽ കടന്നു വന്നാലും അതിന്റെ നടുവിൽ ഒട്ടും പതറിപ്പോകാതെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടുകൂടെ ഉറപ്പോടുകൂടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാവീദ് ഗോത്രത്തിന്റെ താക്കോൽ എലിയാക്കിമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൻ തുറന്നാൽ അത് ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ അത് ആരും തുറക്കുകയുമില്ല. ഈ ഒരു അധികാരമാണ് ദൈവം നമ്മിലും ഏൽപ്പിച്ചിരിക്കുന്നത്. നാം അത് തിരിച്ചറിയണം. നാം പ്രതിസന്ധിയുടെ ഒരു വാതിൽ അടച്ചാൽ അത് ഒരു ശത്രുവിനും തുറക്കുവാൻ കഴിയുകയില്ല. നാം ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നാൽ ആ അനുഗ്രഹത്തിന്റെ വാതിൽ അടയ്ക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ദൈവകൃപയിൽ ആശ്രയിച്ചു നിന്നുകൊണ്ട് അധികാരം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ നാം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അതിൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും.
ഈ നാളുകളിൽ നമ്മുടെ അധികാരം മനസ്സിലാക്കി ദൈവ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ദൈവം നൽകിയിരിക്കുന്ന വേലയിൽ ഉറപ്പോടുകൂടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.